വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം 38-ാം പുസ്തകമാണ് ഒബാദിയ പ്രവാചകന്റെ പുസ്തകം. ഈ പുസ്തകം പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പ്രവാചക ഗ്രന്ഥമാണ്. വെറും 21 വാക്യങ്ങൾ. ഇതിന്റെ പ്രധാന സന്ദേശം ഏദോമിന്റെ അഹങ്കാരവും ക്രൂരതയും കാരണം അവർക്ക് നേരിടേണ്ടി വന്ന ദൈവശിക്ഷയെക്കുറിച്ചാണ്. ഏദോമിന്റെ അഹങ്കാരം, യഹൂദയെ പീഡിപ്പിച്ചതിനുള്ള ദൈവശിക്ഷ, സിയോൻ മലയിൽ രക്ഷയും ദൈവരാജ്യത്തിന്റെ സ്ഥാപനം എന്നിവ ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നു. ഏദോമ്യർ യാക്കോബിന്റെ സഹോദരനായ ഏശാവിന്റെ സന്തതികളാണ്. അവർ യഹൂദയെ ആക്രമിച്ചപ്പോൾ സഹോദരബന്ധം മറന്ന് ക്രൂരത കാണിച്ചു. ഈ പുസ്തകത്തിലെ പ്രധാന സന്ദേശം ദൈവം നീതിമാനാണ്, അഹങ്കാരവും സഹോദര വഞ്ചനയും ശിക്ഷിക്കപ്പെടും, എന്നാൽ ഇസ്രായേലിന് രക്ഷയും ദൈവത്തിന്റെ രാജ്യത്തിന്റെ വിജയവും ഉറപ്പാണ് എന്നുള്ളവയാണ്. ഒബാദിയ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രധാന വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. പാറപ്പിളർപ്പുകളിൽ വസിക്കുന്നവളും ഉയർന്ന മലമുകളിൽ ആസ്ഥാനമുറപ്പിച്ചവളും ആർക്ക് എന്നെ താഴെ ഇറക്കാനാവും എന്ന് ഹൃദയത്തിൽ പറയുന്നവളുമായ നിന്റെ അഹങ്കാരം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു. നീ കഴുകനെപ്പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും, കർത്താവ് അരുളിച്ചെയ്യുന്നു. ഒബാദിയ 3-4 തിരുവചനങ്ങൾ. നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും, നിന്റെ പ്രവൃത്തികൾ നിന്റെ തലയിൽ തന്നെ നിപതിക്കും. ഒബാദിയ 15-ാം തിരുവചനം. സിയോൻ മലയിൽ രക്ഷയുണ്ടാകും, അത് വിശുദ്ധമാകും. യാക്കോബിന്റെ ഗൃഹം അവരുടെ അവകാശം കൈവയ്ക്കും. ഒബാദിയ 17-ാം തിരുവചനം. വിമോചകർ സിയോൻ മലയിലെത്തും, അവർ ഏസാവ് മലയെ ഭരിക്കും, ആധിപത്യം കർത്താവിന്റേതായിരിക്കും. ഒബാദിയ 21-ാം തിരുവചനം. ഒബാദിയ പ്രവാചകന്റെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.